ഹായ്. ഞങ്ങളിപ്പോൾ ഇതാ ഒരു കല്യാണത്തിന് പോകാനായിട്ട് റെഡിയായി നിൽക്കണം കേട്ടോ. മുത്തിയമ്മാമ്മയുടെ വീട്ടിലാണ് കല്യാണം. വെങ്ങിനിശ്ശേരി എന്ന് പറഞ്ഞ സ്ഥലത്താണ് കല്യാണം. മുത്തിയമ്മാമ്മയുടെ ആങ്ങളയുടെ പേരക്കുട്ടിയുടെ കല്യാണമാണ്. പെൺകുട്ടിയുടെ കല്യാണത്തിനാണ് കേട്ടോ ഞങ്ങൾ പോണ. സ്വാതി എന്നാണ് പേര്. അമ്മാമ്മ സ്വന്തം വീട്ടിലേക്ക് പോണ കാരണം ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ. അമ്മാമ്മയുടെ എല്ലാവരെയും കാണാമല്ലോ, ആ സന്തോഷത്തിലാണ്. അപ്പോൾ ഞങ്ങൾ പിന്നെ അവിടെ എത്തി ജ്യൂസൊക്കെ കുടിച്ച് നല്ല ചൂടുണ്ട് കേട്ടോ. ഞാൻ മേക്കപ്പ് ചെയ്തതൊക്കെ ഒലിച്ചു പോകുമെന്ന് എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. എന്നാലും കുഴപ്പമൊന്നും ഉണ്ടായില്ല. പിന്നെ ഞങ്ങൾ ജ്യൂസൊക്കെ കുടിച്ച് ഫങ്ഷൻ കാണാൻ വേണ്ടിയിട്ട് ഞങ്ങളവിടെ ചെയറിൽ ചെന്നിരുന്നു. തീർച്ചയായും ആ ഒരു സ്നേഹവും ഐക്യവും ഒത്തൊരുമയൊക്കെ എത്രയും വേഗം ഒരു നിറ സദസ്സിനായിട്ട് സദസ്സിൽ സന്നിഹിതരാകുമെന്ന് വിനീതരായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്നു. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഇന്നത്തെ ദിവസം ഈശ്വരാനുഗ്രഹങ്ങളോടെ ലക്ഷ്മി നാരായണന്റെ എല്ലാ ആശംസകളോടും കൂടെ തന്നെ ഇന്നത്തെ ദിവസം ഞങ്ങളുടെ അരുണും സ്വാതിയും ഒന്നായി അവരുടെ ജീവിതയാത്ര ആരംഭിക്കാൻ ഒരുങ്ങുകയാണ്. അവർക്ക് വേണ്ട ആശംസകൾ താലമേതുന്നതിനായിട്ട് കുറച്ചുകൂടി പേര് ഇത്രയും വേഗം എത്തിച്ചേരണം. ഇവിടെ നമുക്ക് താലങ്ങൾ കുറച്ചുകൂടി ബാക്കിയാണ്. ബന്ധുമിത്രാദികൾ എല്ലാവരെയും തന്നെ താലമേതുന്നതിനായി വേദിയിലോട്ട്. സ്നേഹവും സമാധാനവും സന്തോഷവും നിറയുന്ന മനോഹരമായ ഒരു ദാമ്പത്യ ജീവിതം ഇനി മുതൽ അരുണിനും സ്വാതിക്കും ഉണ്ടാകട്ടെ എന്ന് മനസ്സിൽ നിറഞ്ഞു പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ ഇന്നത്തെ ദിവസം വരനെ നമ്മൾ സ്വാഗതം ചെയ്യുകയാണ്. വരനെയും വരന്റെ ബന്ധുമിത്രാദികളെയും ഒത്തിരി സന്തോഷത്തോടെ ഇന്നത്തെ ദിവസം സ്വാഗതം ചെയ്യുന്നു. കല്യാണ പെണ്ണിൻ്റെ പക്ക ഡാൻസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല രസമായിരുന്നു. അവളൊരു ഡാൻസറും കൂടിയാണ് കേട്ടോ. വധുവിനെ സ്വന്തമാക്കുകയാണ്. തീർച്ചയായും നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനകളെ ഇനി ഇവിടെ അങ്ങോട്ട് അരുണും സ്വാതിയും ഉണ്ടാകട്ടെ. ദീർഘസുമംഗലി വാ. അതെ, തീർച്ചയായും ദീർഘസുമംഗലി ആയിരിക്കട്ടെ എന്ന് മനസ്സിൽ നിറഞ്ഞ് ഇവരും ചേർന്ന് ആശംസിക്കുന്നു. അങ്ങനെ കെട്ടൊക്കെ കഴിഞ്ഞ് നല്ല തിരക്കായിരുന്നു ഫോട്ടോ എടുക്കാനായിട്ട്. ഞങ്ങൾ എങ്ങനെയൊക്കെയോ കുത്തിക്കയറി ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് നല്ല സൂപ്പർ സദ്യയായിരുന്നു. അടുത്ത് പാലട ഉണ്ടായിരുന്നു, പരിപ്പ് പായസം ഉണ്ടായിരുന്നു, കരിക്ക് പായസം ഉണ്ടായിരുന്നു. എനിക്ക് 3 പായസവും ഭയങ്കര ഇഷ്ടമായിട്ടാണ്. ഞാൻ ആദ്യമായിട്ട് കരിക്ക് പായസം കഴിക്കണേ. പായസം കുഞ്ഞും പാലട കഴിച്ചു. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് പിന്നെ ഒരു സെൽഫിയൊക്കെ എടുത്ത് കുറച്ച് ഫോട്ടോസും ഒക്കെ എടുത്ത് പിന്നെ വീട്ടിലെത്തി കുറച്ച് നേരം ഞങ്ങൾ റെസ്റ്റ് എടുത്തു. അപ്പോൾ ചേട്ടൻ പറഞ്ഞു നമുക്ക് സിനിമയ്ക്ക് പോയാലോ എന്ന്. അപ്പം ഞങ്ങൾ വീട്ടിൽ എത്തിയപ്പോൾ ഒരു 2 മണിക്കായി ഉണ്ടായിരുന്നു. 3 മണിക്ക് ഷോ തുടങ്ങും. വേഗം തന്നെ ടിക്കറ്റ് ബുക്ക് ചെയ്തു. തുടരും സിനിമയായിരുന്നു കേട്ടോ. പെട്ടെന്ന് തന്നെ പോകണം, അവിടെ പാർക്കിങ് കിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ വേഗം ഞങ്ങൾ 5 പേരും കൂടെ വേഗം യാത്ര ചെയ്ത് വേഗം കാറിൽ കയറിയിട്ടാ. ഇതെന്തിനാടാ നീ സിനിമ കാണുമ്പോൾ കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ചത്? ഷൂ 3D പടാ. ഷൂ വേണ്ട, 3D പടാ. 3D അല്ല. ഈ ചെരുപ്പിട്ടോ. ചേട്ടനാണെങ്കിൽ നല്ല സ്പീഡിലാണ് വണ്ടി ഓടിക്കണത്. എനിക്ക് കുറച്ച് ടെൻഷൻ ഉണ്ടായിരുന്നു. ഇത്ര സ്പീഡിൽ ഞാൻ പോകാൻ സമ്മതിക്കാറില്ല. എനിക്ക് ഭയങ്കര പേടിയാണ് വണ്ടിയിൽ ഇരിക്കാനായിട്ട് ഇത്ര സ്പീഡിൽ പോകുമ്പോൾ. കാറൊക്കെ വേഗം പാർക്ക് ചെയ്ത് ഞങ്ങൾ വേഗം തിയേറ്ററിൽ കയറിയപ്പോൾ തുടങ്ങിയിട്ടില്ല. ഭാഗ്യത്തിന് ആൾക്കാരൊന്നും കയറ്റി തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം 2 മിനിറ്റ് നേരം നിന്നുള്ളൂ. അപ്പോഴേക്കും ആൾക്കാർ കയറ്റി തുടങ്ങി. അപ്പോൾ ഞങ്ങളിതാ വേഗം തന്നെ ഞങ്ങളുടെ സീറ്റ് ഏറ്റവും ഫ്രണ്ടിലായിരുന്നു കേട്ടോ. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ ഇരുന്ന് കാണാനായിട്ട്. ഹൗസ്ഫുള്ളായ കാരണം നമുക്ക് പിന്നിലൊന്നും കിട്ടിയില്ല. അമ്മയ്ക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഇവിടെ ഇരുന്ന്. ഫസ്റ്റ് ടൈമാണ് അമ്മ ഇവിടെ ഇരുന്ന് സിനിമ കാണുന്നത്.
അപ്പോൾ സിനിമയൊക്കെ കഴിഞ്ഞ് കണ്ടപ്പോൾ എൻ്റെ പൊന്നോ ഭയങ്കര സിനിമയായിരുന്നു. ഞങ്ങളുടെ രണ്ടാളിൽ കിളി പോയി നിൽക്കുകയായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റ ബൈ ബൈ, സീ യു.